നമസ്കാരം, സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ വടയാണ്. ഉള്ളിൽ സോഫ്റ്റും പുറമേ ക്രിസ്പിയുമായിട്ടുള്ള ഈ റവ വട കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് റവയാണ് വേണ്ടുന്നത്. പിന്നെ സവാള വേണം, ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, തേങ്ങ തിരികിയത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. പാത്രത്തിൽ തന്നെ തേങ്ങ വെച്ചിരുന്നാൽ കൂടുതൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാനായിട്ട് പറയുന്നത്. തേങ്ങയെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ കടായി തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കടായിലേക്ക് നമ്മൾ റവ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എല്ലാം നല്ലതുവരെ ചൂടായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വെള്ളത്തിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വടയ്ക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ ഒരു തിപ്പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള, ഇത് 3 ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവമായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ചൂട് പോയതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങയും മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. അതിലേക്ക് കറിവേപ്പില ചേർക്കാം, മല്ലിയിലയും ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മല്ലിയിലയും തേങ്ങയും കറിവേപ്പിലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ചു കൊടുക്കുക. കുറച്ച് ചൂടോടുകൂടി തന്നെ ഇതെല്ലാം ചേർക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് ഷേപ്പിലാണോ വേണ്ടുന്നത് അതേ ഷേപ്പിലാക്കി എടുക്കാം. ഇനി കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അതിങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കൈ ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ റവ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഉരുളകളാക്കി എടുക്കാം.
നല്ലതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഉഴുന്നുവടയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് വട ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് വടയുടെ ഷേപ്പ് ചെയ്ത് വെച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. വടയുടെ ഒരു സൈഡ് നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. പുറമേ ക്രിസ്പിയും അകമേ സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു വടയാണ്. ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ.